എന്റെ അമ്മേ. वो आपका कौन है? कौन? वो बेटा भाई, वो हमारा पिताजी का बड़ा दोस्त के कराटे ब्लैक बेल्ट, मैं मास्टर होम कराटे ഡയമണ്ട് ബെൽറ്റ്. ഇനി എന്തെങ്കിലും അറിയണോ? ആരോ 4 കുത്തും കുത്തി ഇവിടെ കൊണ്ട് നിട്ടതാ. അങ്ങേര് ഇവിടെ നിന്ന് എഴുന്നേൽക്കുക വേണ്ടു. കുത്തിയവനും കുത്തു കൊള്ളിച്ചവനും ഉടലോടെ നരകത്തിലെത്തും. ഹിന്ദി നേരാമെന്ന് അറിയായിരുന്നെങ്കിൽ അവന്മാരെ ഞാൻ തന്നെ കണ്ടുപിടിച്ചേനെ. ബോംബെയിൽ വന്ന് സാറിന്റെ കൂടെ കൂടി ഞാനും ഒന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും സാറിന്റെ വയറ്റിൽ കുത്തുമായി, എന്റെ കയ്യിൽ ഫ്ലാസ്കുമായി. സോറി, ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായി കാണത്തില്ല. ആപ്കാ നാം ക്യാ ഹേ? बदमाश. ഓ, ഡോക്ടർ ആണല്ലേ? അങ്ങനെ പറ. പോയോ? 1 മണിക്കൂറായി ഞാൻ ആ പൈപ്പും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒരു തുള്ളി മൂത്രം പോകുന്നില്ല ദാസ. വയറിനകത്താണെങ്കിൽ ആകെ ഒരു തരിപ്പും. അവന്മാര് കുത്തിയപ്പോ ഇനി അതങ്ങനെ മുറിഞ്ഞു പോയിരിക്കുവോ? എന്ത് ചോദിച്ചാൽ ഈ കുത്ത് കിട്ടിയ കാര്യം മാത്രം നീ എടുത്തു പറയണ്ട. ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ 1-2 കുത്തു വാങ്ങി. എന്നെ കുത്തി നിലത്തിട്ടിട്ട് ആ കാട്ടാളന്മാർ അവളെയും കൊണ്ട് പോയിട്ടുണ്ടാവും. അവളെ പറ്റി നീ എന്താ ചിന്തിക്കാത്തത്? പെണ്ണുങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയൊരു ദേഹമല്ല എന്റേത്. ഈ തടി കേടാവുന്ന മനുഷ്യത്വം കാണിച്ചിട്ട് സാറിന് ഇപ്പൊ എന്താ കിട്ടിയത്? വയറിന് 24 തുന്നോ? അത് പിന്നെയും സഹിക്കാം. ഈ മൂത്രം പോവാത്തതിന് ഇപ്പൊ എന്താ ചെയ്യാ? അതിനി വേറെ താപ്പിടേണ്ടി വരുമോ? ഇതിനുള്ള ഉത്തരം ഞാനൊന്ന് എഴുന്നേറ്റിട്ട് നിനക്ക് സൗകര്യം പോലെ പറഞ്ഞു തരാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്കും. സിസ്റ്റർ അല്ലേ പറഞ്ഞ് എന്തോ മരുന്ന് വാങ്ങിക്കാനുണ്ടെന്ന്. ആ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങോട്ട് കൊടുത്താൽ ഇവനത് വാങ്ങിത്തരും. അതൊക്കെ വാങ്ങിച്ചു തന്നിട്ടില്ലേ സാറിന്റെ ഭാര്യ ഇവിടെ വന്ന് സാറിനെ കണ്ടിട്ട് ഓഫീസിൽ പോയത്? എന്നെ കണ്ടിട്ടോ? ഏത് ഭാര്യ? ഏത് ഓഫീസില്? സാറിന്റെ ഭാര്യയല്ലേ കുറച്ച് നേരത്തെ ഇവിടെ വന്നിട്ട് പോയത്? ഇങ്ങനത്തെ ഓരോ സാധനത്തിനെ ഒപ്പം നിർത്തി ഇല്ലാത്ത ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിൽ നല്ലതല്ലേ സ്നേഹമുള്ള ഭാര്യ ഒരാഴ്ചത്തെ ലീവ് എടുത്ത് അടുത്തിരിക്കുന്നത്? ഇത്രയ്ക്ക് വേദനിക്കാനൊന്നുമില്ല. ഇതിലും വലിയ വേദനയായിരിക്കും പാവം ആ പെൺകുട്ടിയുടെ മനസ്സിൽ. സാറ് പറഞ്ഞതൊന്നും സിസ്റ്റർ കാര്യമാക്കണ്ട. ഞാൻ സത്യം പറയാം. സാറും ഭാര്യയും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പ്രശ്നമുണ്ട്. ഈ കുത്തുകൊണ്ട് അത് പരിഹരിച്ചതിൽ അത്രയും നല്ലത്. അവരിനിയും വരുമോ സിസ്റ്ററെ? പിന്നെ വരാതിരിക്കുവോ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കെട്ടിയും ചാവാൻ കിടക്കുമ്പോ ഏത് ഭാര്യയും വരും. ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പല പെണ്ണുങ്ങളും സാറിനെ പറ്റിക്കാൻ ശ്രമിക്കാറുണ്ട്. സിസ്റ്റർ കണ്ടത് സാറിന്റെ ഭാര്യ തന്നെയാണോന്നാ എന്റെ സംശയം. കണ്ടാലെങ്ങനെ? എന്നെക്കാൾ ഭംഗിയുണ്ടോ? ഇത്രയും ഭംഗി ഏതായാലും ഇല്ല. എന്നാൽ അത് സാറിന്റെ ഭാര്യ തന്നെ. എന്റെ പൊന്ന് സിസ്റ്റർ, ഞാൻ കണ്ണനല്ല. എന്റെ പേര് ജയദേവെന്ന. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് കുട്ടികളുണ്ടാകത്തില്ല എന്ന് വെച്ച് കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെ എന്തിനാ കള്ളം പറയുന്നത്? കുട്ടികളുണ്ടാവില്ലേ? ആർക്ക്? നിങ്ങൾക്ക്. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ദേ സിസ്റ്ററാണോ മദറാണോ ഞാൻ നോക്കൂല. ഒരൊറ്റ കുത്തു കിടപ്പില്ലേ? അത് അത്ര വലിയ പ്രശ്നമാക്കി നിങ്ങൾ പരസ്പരം പിണങ്ങണ്ട. ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുൻപ് ഡോക്ടർ കുൽക്കർണിയെ ഒന്ന് കാണണം. അദ്ദേഹം നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ നടത്തേണ്ട പ്രശ്നമേ ഉള്ളൂ. ഭാര്യ പ്രസവിക്കും. അത് കൊള്ളാമല്ലോ സാറേ. ഒരു കുത്തുകൊണ്ട് 2 ഓപ്പറേഷൻ. നമുക്ക് അതും അങ്ങ് നടത്താം. നിങ്ങളായി സാറിനെ ചീത്തയാക്കുന്നതെന്നാ അവരെന്നോട് പറഞ്ഞു. വെറുതെ എന്തിനാടോ ഒരു കുടുംബം കലക്കുന്നത്? അത് കൊള്ളാമല്ലോ. ആരടാ അവള്? അത് ഇവിടുത്തെ ഒന്നിനും കൊള്ളാത്തൊരു നഴ്സാ സാറേ. അതല്ലടാ. പിന്നെ എനിക്ക് ആണത്വമില്ല എന്ന് പറഞ്ഞ എന്റെ ആ ഭാര്യ ഏതാണെന്ന് സാർ ഈ ദാസനോട് സത്യം പറഞ്ഞു. ഈ ബോംബെയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഞാൻ അറിയാതെ സാറ് വല്ല ആണത്വം തെളിയിക്കാൻ പോയോ? വകുപ്പ് മാറി ചെന്നപ്പോ ഇനി അവര് തന്നെ സാറിനെ കുത്തിയതാണോ? അല്ലേ? പുതപ്പിച്ച് ശ്മശാനത്തിലേക്ക് എടുക്കാൻ വെച്ച മുത്തച്ഛന്റെ 4 ഭാര്യയല്ലേ ചേച്ചി അമർന്ന് വീണപ്പം പൊട്ടിപ്പോയി. ആ മുത്തച്ഛൻ നിലവിളിച്ചപ്പോ വേറെ മുത്തച്ഛൻ മോളെന്ന് വിളിച്ചതും ചേച്ചി ഡീം. ആ വീട്ടിലെന്തോ പ്രേതബാധയുണ്ട് സാറേ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേവരെ ഇത്രയും പ്രേതങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല. മായിക്ക് എന്ത് പറ്റി? ചത്ത മുത്തച്ഛൻ എഴുന്നേറ്റതും ചേച്ചിക്ക് ബോധം പോയി സാറേ. ചേച്ചിയെ എല്ലാ പ്രേതങ്ങളുടെ ഒന്നായി എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ മുത്തച്ഛനോ? മുത്തച്ഛൻ പറിച്ചു മൂടി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി നല്ല ധൈര്യമുള്ള ആരെങ്കിലും ചെന്ന് ആവാഹിച്ച് ദഹിപ്പിക്കണം. അല്ലാതെ രക്ഷയില്ല. പൊക്ക് ദേശം ഇടത്തോട്ട് തിരിക്ക്. കുറച്ചുകൂടെ പൊക്ക്. മതി. നീ ഇപ്പൊ എന്താ കാണുന്നത്? വലിയൊരു പ്രേതലോകം കാണുന്നുണ്ട്. അതല്ലടാ, വീടിന് പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഒരൊറ്റ ജീവിയില്ല. എന്നെ ചാടിക്കോ. ചാടാം. മുത്തച്ഛന്റെ വല്ല നായ്ക്കളും കാണുമോ ഇതിനകത്ത്? അതിന് മുത്തച്ഛൻ ഇവിടെ നായ്ക്കളെല്ലാം വളർത്തുന്നത്. തിമിംഗലങ്ങളെ നീ ചാടിക്കോ. ചാടിക്കോ.
നിനക്ക് ഈ വീടിന്റെ ശരീരശാസ്ത്രത്തെ പറ്റി വല്ല പിടിയുണ്ടോ? ഞാൻ എന്റെ ശരീരം കൊണ്ട് ഇവിടെ ഒന്ന് പരതി നോക്കിയിട്ട് വരാം. സാർ ആരും കാണാതെ പതുങ്ങി നിൽക്കണേ. ശവം ഇതിലെടുത്തിട്ടില്ല. മുത്തച്ഛനാണ്, മുത്തച്ഛൻ. കണ്ടില്ലേ ജീവനുള്ള പ്രേതം. അതൊരു തേങ്ങാ പിണ്ണാക്കുമല്ല, ഒരാള് കിടക്കുന്നതാ. നീ ഇവിടെ ഇരി, ഞാൻ ആ കോളിംഗ് ബെല്ലടിച്ചിട്ട് വേഗം വരാം. മിണ്ടാതിരിയടാ. ഞാൻ കോളിംഗ് ബെല്ലടിച്ചിട്ടുണ്ട്, വാതിലിപ്പൊ തുറക്കും. മായ അകത്തുണ്ട്, നേരെ ചെന്നാലോ? ഒരു തിമിങ്ങല ഇപ്പോഴും പുറത്താണ്, അതിനകത്താക്കിയിട്ട് ഞാൻ ഇപ്പൊ വരാം. കാണുന്നില്ലല്ലോ, ആരെയും കാണുന്നില്ലല്ലോ. പിന്നെ ആരുടെ ശബ്ദമാ ഞാൻ കേട്ടത്? കരയല്ലേ മോളെ, കരയല്ലേ. അച്ഛൻ എന്താ ചെയ്യാ? അകത്ത് കയറാനും വയ്യ, തിരിച്ചു പോകാനും വയ്യാത്ത അവസ്ഥയിലായല്ലോ നമ്മൾ രണ്ടാളും. കുഞ്ഞിന് മുല കൊടുത്തോ സാറേ? മുല കൊടുക്കാൻ നിന്റെ അമ്മൂമ്മ ഇപ്പൊ വരും, വണ്ടി അയച്ചിട്ടുണ്ട്. കുഞ്ഞിന് പാല് കൊടുത്തോന്നാ ചോദിച്ചത്. പ്യാല് കൊടുത്ത് ഇപ്പൊ കിടത്തിയുള്ളൂ, അപ്പോഴേക്കും ഉണർന്നു. ആ കുഞ്ഞുങ്ങളായ അമ്മയുടെ പാലും കുടിച്ച് ചൂടും പിടിച്ച് കിടക്കണം സാറേ. അച്ഛന്റെ ചൂടിന് ടെമ്പറേച്ചർ ഇത്തിരി കൂടുതലാ. അതും ചൂടന്മാരായ അച്ഛന്മാരാണെങ്കിൽ പറയുന്നേ. നിന്നോട് ഒരു ഫാരക്സ് മേടിക്കാനാണ് പറഞ്ഞത്, നീ എന്തിനാ രണ്ടെണ്ണം മേടിച്ചത്? ഒരെണ്ണം നോക്ക്, ഒന്ന് നമ്മക്ക്. അല്ലാതെ ഈ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചാൽ മുതലാവില്ല. അയ്യോ, നല്ല ഒരു ഉണ്ണി വാവ. ഇതെവിടെ നിന്ന് കിട്ടി സാറേ? മായ പെറ്റതാ, ആഹാ, രണ്ടാമത് പെറ്റതാ മോള്. എന്തേ നിനക്ക് വളർത്തണോ? നല്ല തറവാടിത്തോള്ള കുട്ടി, അച്ഛന്റെ അതേ മുഖം. ഇതെന്താ മണ്ണ് വരുത്തിനോ? ഫുള്ളാണല്ലോ. ഇവൻ ആരാ? സാറിന്റെ കമ്പൗണ്ടർ? കമ്പൗണ്ടർ ഒന്നുമല്ല, സാക്ഷാൽ അളിയൻ, മാനസേശ്വരിയുടെ ഇളയനിയൻ പരമാനന്ദ ഗുപ്ത. മലയാളം അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവും, തിരിച്ചിങ്ങോട്ട് പറയുമ്പോ ഹിന്ദിയിലാവും മാത്രം. देखो महान, ये कुटी बाई प्लस दीदी प्रोडक्शन नंबर 1 है. दीदी बैंक में जाना, बेटी होटल से खर्चिल हो गया, थोड़ा आदमी कंप्लेंट हो गया. मैं इधर से आया, मैं क्या कर रही हूँ सजनी? ओ मानसेश्वरी लगी गई. ഇനി ഇവിടെ വന്ന ഇവൻ എന്നെ നാറ്റിക്കും, ക്ഷമിക്കണം. ഞാൻ പോയിട്ട് പിന്നെ വരാം. സാറേ പാല് റെഡി. ഉണർത്തി കൊടുക്കണോ അതോ ഉണർന്നിട്ട് കൊടുത്താ മതിയോ? നീ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട, ആ സാധനം അവിടെ വെക്കണ. ഇത് ഞാൻ ചോദിച്ചിട്ട് നേരം കുറയായില്ലേ? ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചൊരുത്തി തരാൻ ഞാൻ എന്താ പശുവോ? സാർ എങ്ങനെയും കുഞ്ഞിനെ ചേച്ചിയുടെ അടുത്ത് എത്തിക്ക്. ഇത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ചേച്ചിയുടെ കയ്യിലേ ഇതിനേക്കാളും നല്ല ബെസ്റ്റ് കുപ്പിയുണ്ട്. കുഞ്ഞിന് അതാ വേണ്ടത്. നീ വാ. മായയോട് ഞാൻ പിന്നാമ്പുറത്തെ വാതില് സാക്ഷിയിടാതെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കുഞ്ഞിനെ അവളുടെ കൈ കൊടുത്തിട്ട് വേഗം വരാം. വാ. എന്നാ പിന്നെ സാറും അവിടെ കിടന്ന് സൗകര്യം പോലെ വന്നാ മതി. കുഞ്ഞിനും ചൂട് കിട്ടും, പിന്നെ സാറിനും. അവൾ എന്റെ ഭാര്യ, അതുകൊണ്ട് കൂടുതൽ കോമഡി വേണ്ട. വാ. ഈശ്വരാ, ആ വാതിലൊന്നും തുറന്നു വെക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതാരാ ഈ സമയത്ത് പൈപ്പ് തുറന്നിട്ട്? മുത്തച്ഛനായിരിക്കും. മുത്തശ്ശൻ എന്നോട് വക്കീൽ ഇവിടെ ഉണ്ടോ നോക്കി വരാൻ പറഞ്ഞു. ഏത് വക്കീലിനെ? ചേട്ടന്റെ വക്കീലിനെ, മാനസേശ്വരി ഗുപ്തേ. കിട്ടിയ ചാൻസിന് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു. മോളെവിടെ? ഇനി വന്നേ. നീ എവിടെ പോയതാ? അമ്പലത്തില്. ചേച്ചി അമ്പലത്തിൽ പോകുന്ന പറഞ്ഞിട്ട് അവിടെ നിന്ന് ചാടിയത്. ചേച്ചി നേരെ ഇങ്ങോട്ടും പോന്നു, ഞാൻ പ്രസാദം വാങ്ങാൻ അങ്ങോട്ടും പോയി. അകത്തേക്ക് വരുമ്പോ കഥകിൽ മുട്ടണം അറിഞ്ഞൂടാ. മുട്ടാൻ നോക്കിയപ്പം വാതില് കാണാനില്ല. നിങ്ങൾ വാതിൽ തുറന്നു വെച്ച് തക്കത്തി പിടിച്ചത്. ചിരിച്ചോ ചിരിച്ചോ? മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ അവന്റെ ഒരു തർക്കുത്തരം. സാറിന് മാത്രമല്ല, കുറച്ചു നാളായിട്ട് എനിക്കും ഭ്രാന്താ. സാറിത് കണ്ടോ? ചേച്ചിയുടെ തലവാട്ടിലെ മഴ കൊടുത്തൊരു പ്രാതം എന്റെ കാലിലിട്ടതാ. നീര് വന്ന് ഇതും ഇപ്പൊ മൂർച്ചയുള്ളൊരു മഴ പോലെ ആയിട്ടുണ്ട്. സാറിനോടും ചേച്ചിയോടും ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പരസ്പരം കാണാൻ കഴിയുമെങ്കിൽ ആ തിരക്ക് പിടിച്ച ബോംബെ നേരത്ത് നിന്ന് നിങ്ങളുടെ ജീവിതം ഈ ശാന്തസുന്ദരമായ ഗ്രാമത്തിലേക്ക് പറിച്ചു നട്ടുകൂടെ? സാറും കുഞ്ഞും വാടകയ്ക്ക് വീടെടുത്ത് ഇവിടെ തന്നെ താമസിക്കണം. ഇവന് ബുദ്ധിയുണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. നീ ഇവിടെ ഇരുന്ന് സംസാരിക്കടാ. വാ. താങ്ക് യു.
കുറച്ചു കാലത്തേക്ക് മതി. അതിനിടയ്ക്ക് എല്ലാം ഒന്ന് കലങ്ങി തെളിയും, അല്ലെങ്കിൽ അടിച്ച് പിരിയും. അതിന് വീട് കിട്ടണ്ടേ? ചേച്ചിയുടെ മുത്തച്ഛൻ തന്നെ കുറെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടില്ലേ? അതിലൊരെണ്ണം ചേച്ചി തന്നെ ഒഴിപ്പിച്ചെടുക്ക്. പിന്നത്തെ കാര്യം പിന്നെ. അയ്യോ, കോണിന്ന് വീണ നിന്റെ മുത്തച്ഛന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ആദ്യത്തെ ദിവസം വേദന ഇല്ലെന്നും പറഞ്ഞ് നടന്നു. ഇപ്പൊ കാലനക്കാൻ വയ്യ. രണ്ടു കാലിനും നല്ല നീരുണ്ട്. അപ്പൊ എന്റെ അതേ അവസ്ഥ. എന്നെ പോലെ ഒന്നല്ലടാ, അതൊക്കെ നല്ല മൂപ്പുള്ളല്ല. അമ്മയ്യേ, ചിക്കൻ ലാവോ? ഇങ്ങനെ കോഴിയെ തിന്നാൻ ഇവൻ ആരാ? കുറുക്കനോ? ചാബോല ഒന്നും പറഞ്ഞില്ല പരമാനന്ദജി. നല്ല നാടൻ കോഴിയാണ്. നാണമില്ലാതെ ഞണ്ണം പറഞ്ഞതാടാ കാലാ. ബോല പോലെ മേഡം. ആ